എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാം, ലേൺ ഡിജിറ്റൽ അക്കാഡമി. അടുത്ത ടൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെൻ ടൂൾ ആണ്. അപ്പോൾ പെൻ ടൂൾ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു ഇമേജ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇമേജിനകത്ത് എനിക്കൊരു റോസാപ്പൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഈ ലെയർ അൺലോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് പെൻ ടൂൾ ഉപയോഗിക്കാം. ഓക്കെ, പെൻ ടൂൾ ഷോർട്ട് കട്ടാണ് പി. ഓക്കെ, അപ്പോൾ പെൻ ടൂൾ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം സൂം ചെയ്യാൻ എനിക്ക് ഈ ഫ്ലവർ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ ഓരോ വട്ടം ക്ലിക്ക് ചെയ്യും. ഇവിടെ എന്തെങ്കിലും കേർവ് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ കേർവ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ ലാസ്റ്റ് പോയിന്റിൽ ഓൾട്ട് പ്രസ് ചെയ്ത് വെച്ച് ക്ലിക്ക് ചെയ്യണം. കാരണം ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ അടുത്ത പോയിന്റ് ഉണ്ടാക്കുമ്പോൾ അത് ഇതുപോലത്തെ ഒരു കേർവ് ഉണ്ടാക്കും. നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓൾട്ട് പ്രസ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് പോയിന്റ് ഏതാണോ അവിടെ ക്ലിക്ക് ചെയ്യണം. ഇതേപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫ്ലവർ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതുപോലെ നമ്മൾ ഫുൾ ഫ്ലവർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് സെലക്ഷൻ ഉണ്ടാക്കാം, മാസ്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഷേപ്പ് ഉണ്ടാക്കാം. നമ്മൾ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ ഫെദർ ആഡ് ചെയ്യാം. ഫെദർ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആവണം എന്നുള്ള സെലക്ഷനാണ് ഈ ഫെദർ. ഓക്കെ, ഞാനിപ്പോൾ 0 ആക്കിയിട്ടിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡോട്ടഡ് ലൈൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇതുപോലെ ഒരു ഡോട്ടഡ് ലൈൻസ് ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് ഒരു സെലക്ഷൻ വേണ്ട, ഒരു മാസ്ക് വേണമെങ്കിൽ മാസ്ക് എന്ന് പറയുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളതെല്ലാം ഇൻവിസിബിൾ ആയിരിക്കും. ഈ ഫ്ലവർ നമ്മുടെ സെലക്ഷൻ മാത്രമായിരിക്കും വിസിബിൾ ആവും. അപ്പം നമ്മൾ മാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡിസപ്പിയർ ആയി നമുക്കൊരു പുതിയൊരു മാസ്ക് ലെയറും കിട്ടും. ഓക്കെ, അപ്പം അതാണ് മാസ്ക് ഓപ്ഷൻ. അടുത്തെന്ന് പറയുന്നത് ഷേപ്പാണ്. അപ്പം നമ്മളിവിടെ ഏത് കളറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഷേപ്പിലായിരിക്കും പുതിയ ഷേപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഷേപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും ഷേപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പെൻ ടൂൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ കുറേ ടൈപ്പുകളുണ്ട്. നമുക്ക് ഫ്രീ ഫോം പെൻ ടൂൾ ഉണ്ട്, കർവ്ച്ചർ പെൻ ടൂൾ ഉണ്ട്, ഡിലീറ്റ് ആങ്കർ പോയിന്റ്, ആഡ് ആങ്കർ പോയിന്റ്, ഡിലീറ്റ് ആങ്കർ പോയിന്റ്, കൺവേർട്ട് പോയിന്റ് ടൂൾ. ഓക്കെ, അപ്പോൾ ഈ ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. നമുക്ക് ഇപ്പൊ ആഡ് ആങ്കർ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ആഡ് ചെയ്യേണ്ട അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പോയിന്റ് വിസിബിൾ ആയിരിക്കും.
ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ഒരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഇനിയും പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ആഡ് ആങ്കർ പോയിന്റ്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ആവശ്യമില്ലാത്ത ആങ്കർ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഡിലീറ്റ് ആവും. ഓക്കെ, ഇവിടുത്തെ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഡിലീറ്റ് ആങ്കർ പോയിന്റ്. അടുത്തെന്ന് പറയുന്നത് ഫ്രീ ഫോം പെൻ ടൂൾ. ഫ്രീ ഫോം പെൻ ടൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു സെലക്ഷൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ, എനിക്കിങ്ങനെ ഒരു ഡ്രോയിങ് പോലെ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഷേപ്പിലായിരിക്കും ആ ഷേപ്പ് ഫോം ആവുന്നത്. ഓക്കെ, പെൻ ടൂൾ വെച്ച് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നതിന് പകരം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് ആ ഷേപ്പ് എനിക്ക് വരയ്ക്കാം. ഇത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഷേപ്പ് ലെയർ ആയിട്ട് അത് മാറും. ഓക്കെ, അടുത്ത ടൂൾ എന്ന് പറയുന്നതാണ് കർവ്ച്ചർ പെൻ ടൂൾ. അപ്പോൾ കർവ്ച്ചർ പെൻ ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കർവ്സ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് വെച്ച് കർവ്സ് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത്. ഒരു സിംഗിൾ പോയിന്റ് വെച്ച് തുടങ്ങി നമുക്കിങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കർവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് കർവ്ച്ചർ ടൂൾ. ഇതാണ് കർവ്ച്ചർ പെൻ ടൂൾ. അടുത്ത ടൂൾ എന്ന് പറയുന്നതാണ് കൺവേർട്ട് പോയിന്റ് ടൂൾ. അപ്പോൾ കൺവേർട്ട് പോയിന്റ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. ഓക്കെ, എനിക്ക് ഒരു ഏരിയ സെലക്ട് ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എത്രത്തോളം ബെൻഡ് ആവണം, ഇതിൻ്റെ ഷേപ്പ് എത്രത്തോളം എനിക്ക് വേണം എന്നുള്ളത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് കൺവേർട്ട് പോയിന്റ് ടൂൾ. അടുത്ത ടൂൾ എന്ന് പറയുന്നതാണ് പാത്ത് ടൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. പാത്ത് സെലക്ഷൻ ടൂൾ ഉണ്ട്, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പാത്ത് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരച്ചിരിക്കുന്ന പാത്ത് എന്ന് പറയുന്നത് ഈ ഫുൾ ഏരിയ, ഈ ബ്ലൂ ലൈൻ കാണുന്നതാണ് പാത്ത്. ഓക്കെ, അപ്പോൾ എനിക്ക് പാത്ത് സെലക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫുൾ ഏരിയ മാത്രമേ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട പോയിന്റ്സ് മാത്രമേ എനിക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു പോയിന്റ് മാത്രം ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പോയിന്റ് മാത്രം എനിക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷെ പാത്ത് ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്താലും ആ ഫുൾ ഷേപ്പ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് നീങ്ങുന്നത്. അപ്പോൾ അതാണ് പാത്ത് സെലക്ഷനും ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൻ്റെയും വ്യത്യാസം. ഈ ക്ലാസ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കും. നന്ദി.